എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ സ്വന്തമായി സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ UDF പ്രചരണ രംഗത്ത് നിന്ന് പിന്മാറി. പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ UDF പ്രവർത്തകർ അഴിച്ചുമാറ്റി. കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നുവെന്നാണ് LDF സ്ഥാനാർത്ഥി മേരി വിൻസെന്റിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. UDFന് നല്ല മേൽക്കൈ അവകാശപ്പെടാൻ കഴിയുന്ന ഡിവിഷൻ സിറ്റിംഗ് സീറ്റ്. എന്നാൽ ആത്മവിശ്വാസം അതിരുകടന്നത് വിനയായി. ഒരു ഡമ്മി സ്ഥാനാർത്ഥി പോലും UDFൻ്റേതായി കടമക്കുടിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല. നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഭൂരിപക്ഷം ലഭിച്ചാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാകാനിടയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് LC ജോർജ്. ഫ്ലക്സ് ബോർഡുകളും മറ്റും സ്ഥാപിച്ച് പ്രചരണം ആരംഭിച്ചതിനു പിന്നാലെയാണ് LC ജോർജിൻ്റെ പത്രിക തള്ളിയത്. സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ അഴിച്ചുമാറ്റുന്ന തിരക്കിലാണ് ഇപ്പോൾ UDF പ്രവർത്തകർ. ഇതിനിടെ LDF ക്യാമ്പ് കൂടുതൽ ഊർജിതമായ പ്രചരണത്തിലേക്ക് കടന്നു. കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെൻ്റാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥി. മേരി വിൻസെന്റിന് പുറമെ BJP സ്ഥാനാർത്ഥി മാത്രമാണ് ഇനി മത്സരരംഗത്ത് ശേഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അല്പം കൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്നാണ് ഇക്കാര്യത്തിലുള്ള ഇടത് സ്ഥാനാർത്ഥിയുടെ നിലപാട്. ആദ്യമേ തന്നെ ഞാൻ പറയാം, അവർക്ക് ഇത്തിരി ജാഗ്രത വേണ്ടതായിരുന്നു, ഇത്തിരി ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം അനുകൂലം തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോഴും മത്സരരംഗത്തുണ്ട്. നമ്മൾക്ക് എതിര് ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ട്. എന്നാലും നമ്മൾ സജീവമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. BJPക്ക് കാര്യമായ സ്വാധീനമുള്ള മേഖലയല്ല കടമക്കുടി. ഡിവിഷനിലെ UDF വോട്ടർമാർ ഒന്നുകിൽ ജില്ലാ പഞ്ചായത്ത് വോട്ട് ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ ഇടത് BJP സ്ഥാനാർത്ഥികളിൽ ഒരാൾ വോട്ട് ചെയ്യണം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ കടമക്കുടി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. കടമക്കുടിയിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്.